ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പഠിക്കാൻ മടിയുള്ള, പഠിക്കാൻ എങ്ങനെ ഇപ്പോൾ ബുക്ക് കാണുമ്പോൾ തന്നെ മടി തോന്നുന്ന പക്ഷെ പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അവർക്ക് പഠിക്കാൻ തോന്നാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാനാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത്. അതിന് കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾക്കിന്ന് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഫസ്റ്റ് പഠിക്കാൻ തോന്നാൻ വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ വീട്ടിൽ പഠിക്കാനിരിക്കുന്ന കാര്യമാണ് പറയുന്നത് കേട്ടോ, പിന്നെ വഴി പറഞ്ഞു തരാൻ ബാക്കി. അപ്പോൾ ആദ്യം പഠിക്കാനായിട്ട് മാത്രം ഒരു സ്പെഷ്യൽ സ്പേസ് കണ്ടെത്തുക. എന്നിട്ട് അവിടെ നല്ല ക്ലീനായിട്ട് കൊണ്ട് നടക്കണം കേട്ടോ, ഒന്നും മെസ്സി ആക്കാതെ വാരി വലിച്ചിടാതെ. അങ്ങനെ കാണുമ്പോൾ തന്നെ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിരിക്കും, പക്ഷെ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ അത് തോന്നും. ഓക്കെ, അപ്പോൾ ബുക്കൊക്കെ കുറച്ച് ക്ലീനായിട്ട് വെക്കുക. നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസൊക്കെ ഒരേ സ്ഥലത്ത് തന്നെ വെക്കുക. ഇങ്ങനെ തിരഞ്ഞു നടക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാതിരിക്കുക, എല്ലാം ഒരേ സ്ഥലത്ത് തന്നെ വെക്കുക. അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ പഠിക്കാനിരുന്നു. ഇനി ബുക്ക് തുറക്കലാണ് അടുത്ത പരിപാടി. ബുക്ക് തുറന്ന് കഴിഞ്ഞാൽ അതിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ തോന്നണമെങ്കിൽ ആദ്യം എന്ത് വേണം? ബുക്ക് നല്ല നീറ്റായിരിക്കണം. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ തന്നെ നല്ല നീറ്റായിട്ട് നല്ല ഹാൻഡ് റൈറ്റിങ്ങിലൊക്കെ എഴുതുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ എല്ലാവരുടെയും ടീച്ചർ സമ്മതിക്കണം എന്നില്ല, പല കളർ വെച്ചിട്ട്, മീൻസ് ഇപ്പോൾ ഹെഡിങ് ഒരു കളറിൽ എഴുതുന്നത് മറ്റൊരു ഇങ്കിൽ. ഇപ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് ഇങ്ക് കൊണ്ട് ഹെഡിങ് എഴുതിയിട്ട് ബ്ലൂ ഇങ്ക് കൊണ്ട് നോട്ട്സ് എഴുതാം. അങ്ങനെയൊക്കെ പറ്റുക. അത് എല്ലാ ടീച്ചേഴ്സും സമ്മതിക്കണം എന്നില്ല. സമ്മതിക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു നീറ്റ്നെസ് ഒക്കെ ഉണ്ടാവും. പിന്നെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാർക്ക് ചെയ്ത് വെക്കുക. അതൊക്കെ അപ്പം തന്നെ ചെയ്യുക. പെൻസിൽ കൊണ്ടോ അങ്ങനെയൊക്കെ കുറച്ച് നീറ്റായിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. അങ്ങനെയൊക്കെ ചെയ്യുക. പിന്നെ ഹൈലൈറ്റർ പോലത്തെ കളേഴ്സൊക്കെ ഉപയോഗിക്കുക നോട്ട്സിൽ. ഇമ്പോർട്ടൻസ് പോയിൻറ്റ്സ് പറയുമ്പോൾ അവിടെ വരച്ച് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് തന്നെ നോക്കുമ്പോൾ ഒരു പഠിക്കാൻ ഉഷാർ കിട്ടും. പിന്നെ അത് നോക്കുമ്പോൾ തന്നെ ഒരുവിധം പഠിച്ച ഫീലായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഹൈലൈറ്റർ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് സ്കെച്ച് പെന്നോ അതൊക്കെ ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. സ്പെഷ്യലായിട്ടുള്ള ഇപ്പോൾ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പോയിൻറ്റ്സൊക്കെ മാർക്ക് ചെയ്ത് വെക്കുക. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ചിലർക്കുണ്ടാവും ക്ലാസ് എടുക്കുന്നത് മനസ്സിലാവും, നോട്ട് നോക്കിയാൽ എല്ലാം മറന്ന പോലെ ആയിരിക്കും. അപ്പോൾ അതിനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നോട്ട് തരുമ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ നിങ്ങൾ ആ പോർഷൻ എടുത്തപ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതി വെക്കുക. അതിൻ്റെ സൈഡിലായിട്ട് തന്നെ എഴുതി വെച്ചാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതി വെക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് നോട്ട് നോക്കുമ്പോൾ നോട്ടിൽ എന്താ എഴുതിയത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും ക്ലാസ്സിൽ എന്തായിരുന്നു പറഞ്ഞതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ എക്സാമിൻ്റെ സമയത്തായാലും നിങ്ങൾക്ക് മനസ്സിലായ പോലെ ആ ഒരു ഇപ്പോൾ ഏത് ലാംഗ്വേജിലാണെന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് മനസ്സിലായ പോലെ എഴുതി വെക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ആ ബുക്ക് നോക്കിയിട്ടൊന്നും മനസ്സിലാവുന്നില്ല എന്നുള്ള പ്രോബ്ലം ഉണ്ടാവില്ല. നിങ്ങൾക്ക് മനസ്സിലായ പോലെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലെന്താ ഉള്ളതെന്നുണ്ടെങ്കിലും പിന്നെ അതിനായിട്ട് നിങ്ങൾക്ക് കുറച്ച് വേർഡ്സ് അറിഞ്ഞിരിക്കുക, പ്രസൻറ്റ് ചെയ്യാൻ അതല്ലേ ആവശ്യമുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബ്രീഫ് നോട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു വെറുപ്പ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ശേഷം ഷോർട്ട് നോട്ടാക്കി എഴുതി വെക്കാം, ഡയഗ്രാംസ് ആക്കിയിട്ട് എഴുതി വെക്കാം, ഫ്ലോ ചാർട്ട് ആക്കിയിട്ട് എഴുതി വെക്കാം. അപ്പോൾ വലിയൊരു ബ്രീഫ് നോട്ട്, പാരഗ്രാഫ് അങ്ങനെയൊക്കെ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അധികം സയൻസ് വിഷയങ്ങളിലൊക്കെ അത് ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. ഫ്ലോ ചാർട്ടാക്കിയിട്ടും ഡയഗ്രാംസ് ആക്കിയിട്ടൊക്കെ എഴുതി വെക്കുമ്പോൾ അത് കുറച്ചും കൂടി ഓർത്തെടുക്കാൻ എളുപ്പമായിരിക്കും, പഠിക്കാൻ എളുപ്പമായിരിക്കും. ഒരു ബ്രീഫ് പാരഗ്രാഫ് നോക്കിയിട്ട് മടുപ്പ് വരില്ല. അങ്ങനെ ഉള്ള ഉപകാരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വീട്ടിൽ സമ്മതിക്കുകയാണെങ്കിൽ, പിന്നെ ചെയ്തിട്ട് വീട്ടിലാരെങ്കിലും ചീത്ത പറയും എന്ന് ഉണ്ടെങ്കിൽ വേണ്ട, നിങ്ങൾക്കിങ്ങനെ ചുമരിലൊക്കെ ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് നോട്ട്സിൽ കുറച്ച് കളർഫുള്ളായിട്ടൊക്കെ എഴുതി വെച്ചിട്ട് ചുമരിലൊക്കെ കാണുന്ന രീതിയിൽ ഒട്ടിച്ച് വെക്കുക. അതൊക്കെ നിങ്ങൾക്ക് എപ്പോഴും കാണുമ്പോൾ അതിങ്ങനെ മനസ്സിൽ ഓർമ്മ ഉണ്ടാവും, എപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എഴുതി ഒട്ടിച്ച് നോക്കുക. നിങ്ങൾക്ക് ടഫുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളത് നിങ്ങൾ ഒട്ടിച്ച് നോക്കുക. അപ്പോൾ എപ്പോഴും അങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്കത് ബൈ ഹാർട്ടായി മാറിക്കോളും. റൂമിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് കണ്ട് നിങ്ങൾക്കത് ബൈ ഹാർട്ടായിക്കോളും. ചാപ്റ്റേഴ്സിൻ്റെ പേരൊക്കെ കുറച്ച് കളർഫുള്ളായിട്ട് വലുതാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ എഴുതി വെക്കുക. അപ്പോൾ കുറച്ചും കൂടെയൊക്കെ ഇൻട്രസ്റ്റ് തോന്നും ബുക്ക് നോക്കുമ്പോൾ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ടഫുള്ള കാര്യങ്ങളൊക്കെ പാട്ടായിട്ടോ സ്റ്റോറി ആയിട്ടൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കോഡാക്കിയിട്ട് പഠിക്കുക. അത് നല്ലൊരു വഴിയാണ് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ സ്റ്റോറി ഉണ്ടാക്കിയിട്ടോ അങ്ങനെയൊക്കെ പഠിച്ച് നോക്കുക. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.